ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ ശ്രുതിയുടെ ഇളയച്ചൻ വന്ന് നിർത്തിയേക്കണ സമയത്താണല്ലോ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത്. എന്നിട്ട് അയ്യോ വീഴല് പൊന്നാ. ശ്രുതിയുടെ ഇളയച്ചൻ വന്നിട്ട് പറയുകയാണ്, എനിക്ക് എല്ലാവരോടും കൂടിയിട്ടൊരു സങ്കട വാർത്ത പറയാനുണ്ട്, വാതിലൊക്കെ അടയ്ക്കുക, ആരും അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ടും വാതിലൊക്കെ അടപ്പിച്ചിട്ട് പറയുകയാണ്. അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിലാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തെ ചതിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണ്. ഞാൻ അവിടുന്ന് പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ട് ഓടി വന്നതാണ് എന്നൊക്കെ പറയാണ്. അങ്ങനെ പറയുമ്പോൾ ശ്രുതി ഉറക്ക പൊട്ടിക്കറിയാണ്. അയ്യോ എൻ്റെ അച്ഛനെ ഞാൻ എന്താ ചെയ്യുക, എങ്ങനെ രക്ഷിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതിയുടെ ഇളയച്ചൻ പറയാണ്, 10-11 ലോയേഴ്സാണ് അവിടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വാദിക്കാൻ നിൽക്കണത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണ, ശ്രുതി ഒരു കാര്യം ചെയ്യുക, ഇളയച്ചൻ ഒരു കാര്യം ചെയ്യേ, അച്ഛനെ രക്ഷിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും കൂടി മലേഷ്യയിലേക്ക് ചെല്ലി പറയണം. അപ്പോൾ ശ്രുതി വീണ്ടും ഇളയച്ചനെ നോക്കി കണ്ണൂരിട്ടുമ്പോൾ ഇളയച്ചൻ പറയണം, ആദ്യം പറയാം ആ ശരിയാ നിങ്ങൾ ചെല്ലിയെന്ന് പറയും, പിന്നെ പറയാം അയ്യോ നിങ്ങൾ പോയിട്ടും കാര്യമൊന്നുമില്ല, നിങ്ങൾ പോയി നിങ്ങളെയും കൂടി പിടിച്ച് ജയിലിലിടുന്ന് പറയാണ്. ജയിലിലിടുന്ന് പറഞ്ഞിട്ട് ഇളയച്ചൻ പറയാണ്, ഞാൻ തന്നെ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ചാണ് ഓടിപ്പോകുന്നത്, എന്നെ കണ്ട ഞാൻ അറസ്റ്റിലായേനെ എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ എന്നാൽ ശരി ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സുധീഷൊക്കെയാണ് ശരിക്കും ഇളയച്ചൻ ഞങ്ങൾ വന്നാൽ ഞങ്ങളെ പിടിച്ച് ജയിലിലിടുക വയ്ക്കുമ്പോൾ ജയിലിലിടും, കാരണം അദ്ദേഹത്തിൻ്റെ സ്വത്തിനൊക്കെ അവകാശം നീയല്ല, അപ്പം നിന്നെയും പിടിച്ച് ജയിലിലിടുന്ന് പറയാണ്. എന്നിട്ട് ഇളയച്ചൻ പറഞ്ഞു, ശരി ഞാൻ പോട്ടെ, ഇനി ഇൻ്റർനാഷണൽ കോൾസ് അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം പറയരുത്, എനിക്കിനി തിരിച്ചു പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എസ്കേപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് ചാടി പോകണം. ഇതൊക്കെ കാണുമ്പോൾ ചന്ദ്രമതി ആകെ വിഷമിച്ചിട്ടാണ് ഇരിക്കണം. ശ്രുതി കരച്ചിലാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ സച്ചിക്ക് മാത്രം എന്തോ ഒരു സംശയമുള്ള പോലെയാണ് സച്ചിയുടെ മുഖം. അത് കഴിഞ്ഞിട്ട് ശ്രുതിനെ കൂട്ടിയിട്ട് ശ്രുതി കരയല്ലേ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതിനെ കൂട്ടിയിട്ട് ശ്രുതി റൂമിലേക്ക് പോകുന്നു. ശ്രുതി കരഞ്ഞുകൊണ്ടേ ഇരിക്കണം. കുറേ കഴിഞ്ഞ് ചന്ദ്രമതി റൂമിൽ വന്ന് നോക്കുമ്പോൾ ശ്രുതി കരഞ്ഞുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ചന്ദ്രമതി ചോദിക്കണം, ശ്രുതി നിൻ്റെ കരച്ചിൽ നിർത്തിയില്ലേ, വിവരം അറിയാതെ നിന്നെ ഞാൻ കുറേ ദേഷ്യപ്പെട്ടു, സോറി ശ്രുതി, നിനക്ക് ഞാനില്ലേ, നീ വിഷമിക്കണം, നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് എന്താ ചെയ്യാൻ പറ്റുക, അദ്ദേഹത്തിന് വക്കീലന്മാരുണ്ടല്ലോ, അവരെന്താ ചെയ്യട്ടെ, അവർ രക്ഷപ്പെടുത്തുക അദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്ന ചന്ദ്രമതി. ശ്രുതി കരയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ അവൾ ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ പ്ലാൻ ജയിച്ചുല്ലോ. പക്ഷേ സച്ചി ഇപ്പുറത്ത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ രേവതി ചോദിക്കും, എന്താ സച്ചിയായിട്ട് അങ്ങനെ ആലോചിക്കുന്നത് ചോദിക്കുമ്പോൾ, എനിക്ക് ഇതിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് രേവതി, കാരണം മലേഷ്യയിൽ നിന്ന് അച്ഛൻ ഫ്ലൈറ്റ് കയറി പറഞ്ഞ അച്ഛനെങ്ങനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ട് മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി അച്ഛനെങ്ങനെ ജയിലിലാവണം, ഇതിലെന്തൊക്കെയോ പന്തികേട് മണക്കുന്നുണ്ടെന്ന് പറയണ സച്ചി. അങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി പറയും, ശ്രുതിയുടെ സങ്കടം കാണുമ്പോൾ വിഷമമാണ്, അവളുടെ അച്ഛനാണ് ജയിലിൽ കിടക്കുന്നത്, സച്ചിയേട്ടന് എല്ലാത്തിനും സംശയമാണ്, സച്ചിയുടെ സംശയത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കണതാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ബാക്കി കഥ നാളെ പറയാം. എൻ്റെ ചാനലൊന്ന് എൻ്റെ കഥകൾ കേട്ടിട്ട് ഇഷ്ടമായവർ എൻ്റെ ചാനൽ